ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ജൂലൈ 2, 2024 എൻ്റെ ട്രേഡ് ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ആണ് കേട്ടോ. ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ വരെയാണ് എൻ്റെ TP എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ബാങ്ക് നിഫ്റ്റി ഇന്നൊരു മോർണിംഗിൽ നല്ലൊരു കറക്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ സ്വീപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു 1 hour ഓർഡർ FVG ഉണ്ട്, അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒന്ന് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു നല്ലൊരു മൂവ് വന്നിട്ടുണ്ട്. ഈ ഒരു ലോയാണ് ഞാൻ എന്തായാലും ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മൂവ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് ലോ റെസിസ്റ്റൻസ് ലിക്വിഡിറ്റി ആണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ആളുകൾ ഇതിന് ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റീസ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം ഈ ഒരു ലോയാണ് എൻ്റെ ടാർഗറ്റായിട്ട് ഉള്ളത്. ഓൾറെഡി ഈ ഒരു ലിക്വിഡിറ്റി ലോ റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. വെയിറ്റ് ചെയ്യാൻ നമുക്ക് എന്തായാലും മാർക്കറ്റിൽ നെക്സ്റ്റ് എന്താണ് മൂവ് വരാനുള്ളത് എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ലോ ടേക്ക് ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം ഒന്നുകൂടെ. ഇതായാലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു നല്ലൊരു മൊമെൻറ്റം താഴേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു ഏരിയ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് എൻ്റെ സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ കേട്ടോ. ഈ ഒരു ലോ വരെ വേണം എടുക്കുകയാണെങ്കിൽ ഇല്ല, ഞാൻ എന്തായാലും ഈ ഒരു ലോയിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. എന്തായാലും എൻ്റെ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നല്ലൊരു ട്രേഡ് ആയിരുന്നു. കണ്ടില്ല, ഒരു 1, 2, 3ാമത്തെ ക്യാൻഡിൽ തന്നെ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർ ചെയ്തതിന് ശേഷം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസൺ എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കാണാം നമുക്കിവിടെ അതൊരു FVG ആണ്. ഈ ഒരു 1 hour FVGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് ഇന്ന് നല്ലൊരു ഡൗൺ സൈഡ് മൂവ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തു. രാവിലെ ഒരു FVG ക്രിയേഷൻ വേണ്ടി ഒരു ഡൗൺ സൈഡ് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇതൊരു നല്ല റിജക്ഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് 50 മിനിറ്റിലൊക്കെ FVG ഫോം ചെയ്തിട്ടുണ്ട്. ഞാനൊരു കൺഫർമേഷനും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബിഗ് കറക്ഷന് ശേഷം എന്തായാലും ഞാനൊരു ചെറിയൊരു റിട്രേസ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പം അതിനുശേഷം ഒരു 1 hour നോക്കിയാൽ നമുക്കറിയാം, കണ്ടില്ലേ, ഇവിടെ ഒരു ക്ലീൻ FVG ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡബിൾ കൺഫർമേഷൻ ആയി എന്ത് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് മൂവിലേക്കാണ് പോകുന്നത് എന്നുള്ളത് ഒന്നും കൂടെ കൺഫേം ആയി. അപ്പൊ ഞാൻ ഈ ഒരു 1 hour FVGയിലേക്ക് വന്നതിന് ശേഷം ആണ് ഞാൻ ഈ ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് കാണാം ഇവിടെ ക്ലീൻ ആയിട്ട്. പക്ഷേ ഈ ഒരു ഫസ്റ്റ് ബ്രേക്ക് നമുക്ക് എന്ത് വന്നിട്ടില്ല, FVG വന്നിട്ടില്ല. ഇവിടെ ഞാനൊരു ഫെയർവെൽ FVG ഫോം ചെയ്യുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തു. നമുക്കിവിടെ ഒരു കാണാം, ക്ലീൻ ആയിട്ട് നമുക്കിവിടെ ഒരു FVG ഫോം ചെയ്തു. ആ FVG ഫോം ചെയ്ത സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലോയും കൂടെ ടേക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഡൗൺ മൂവ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ടാർഗറ്റ് എന്താണ്, നമ്മൾ ഒരു ഫിക്സ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും, അതിലവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, നമ്മൾ റിസ്ക് മാനേജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുക. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് എങ്ങോട്ടോ എന്താണോ ചെയ്യുന്നതെന്നൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുക, നമ്മളെ റിസ്ക് മാനേജ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മളെ പ്ലാൻ അനുസരിച്ച് ട്രേഡിൽ എൻ്റർ ചെയ്യുക. അത് ബെസ്സല്ലോ ടാർഗറ്റോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റിസ്കിലാണ്. ഓക്കെ, നമ്മൾ സ്ട്രാറ്റജി രണ്ടാമത് വരുന്ന കാര്യമാണ്. കാരണം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫ്യൂച്ചറാണ്. നമുക്ക് അറിയില്ല നമുക്ക് നാളെ വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ
നെക്സ്റ്റ് ടൈമിൽ നമുക്ക് എന്താണ് മാർക്കറ്റിൽ വരാൻ പോകുന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ റിസ്ക് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എപ്പോഴും. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് വലിയൊരു കാര്യത്തോളം. ഓക്കെ, സ്ട്രാറ്റജി അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ സെറ്റപ്പുകൾ വരുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ എൻട്രി ചെയ്യുക. അപ്പം അടുത്ത ട്രേഡുകളോടെ കാണാം ട്രേഡേഴ്സ്. ബൈ.